സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിന് ഈ വേർപാടിൻ്റെ ഓർമ്മയുടെ നിലയിൽ നമുക്ക് സ്തുതിയും ആരാധനയും അർപ്പിക്കാം. നാം ദൈവം എൻ്റെ നീതിയെ എൻ്റെ വാത്സല്യ സൃഷ്ടിയിൽ നിവർത്തിച്ചിരിക്കുന്നതല്ലോ. മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരുമെന്നുള്ള ആ സ്വർഗീയമായിരിക്കുന്ന നിശ്ചയം ദൈവം തൻ്റെ വാത്സല്യ മകനിൽ നിറവേറ്റിയിരിക്കുന്നു. ഒരു പിതാവ് വേർപെടുമ്പോഴുണ്ടാകുന്ന വേദന അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വാത്സല്യബുദ്ധികളായിരിക്കുന്ന മക്കളുടെ വേദനകളും വികാരങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതായി നമുക്ക് സാധിക്കും. നഷ്ടപ്പെടലിൻ്റെ, നമ്മളിൽ നിന്ന് മഞ്ഞുമായി പോകുന്നതിൻ്റെ ഒക്കെ ആ വേദന അതീവ തീവ്രമാണ്. വേദന അനുഭവിക്കുന്ന വാത്സല്യബുദ്ധികളായിരിക്കുന്ന മക്കളുടെയും ഭവനങ്ങളുടെയും മുമ്പിൽ വിനയപൂർവ്വം അഭ്യുതരായിരിക്കുന്ന പിതാക്കന്മാരോട് ചേർന്ന് അതിലായിരിക്കുന്ന ബോർഡിസ്കോപ്പന്മാർ, എത്രയും ബഹുമാനപ്പെട്ട വൈദികർ, കുടുംബത്തിൻ്റെ കണ്ണുനീരൊക്കുന്ന ഈ സ്വർഗീയാത്രയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഈ പരിശുദ്ധാലയത്തിൽ സമാഗതരായിരിക്കുന്നു മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സ്നേഹിതന്മാർ തുടങ്ങി എല്ലാവരോടും ചേർന്ന് അല്ലെങ്കിൽ നാമം കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് നാം പ്രതിനിധാനം ചെയ്യുന്ന അനുഗ്രഹീതമായ കത്തനാട് ഭദ്രാസനത്തിൻ്റെയും അതിന് ഭക്ത സംഘടനകളുടെയും ഒക്കെ പേരിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യട്ടെ. വ്യഭിചാരികളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്നുള്ള തിരശ്ശീല വീഴുകയാണ്. മറ്റൊരു വിധത്തിൽ നാം ചിന്തിച്ചാൽ സ്വച്ഛന്തമായി ചലിച്ചുകൊണ്ടിരുന്ന ഒരു വിഭജിക ഇവിടെ നിശ്ചലമാവുകയാണ്. 1000 പൂർവ്വചന്ദ്രന്മാരെ കാണുവോളം ഒരു വ്യക്തി ഈ ലോകത്തിൽ ജീവിച്ചിരുന്നാലും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ശവസംസ്കാരം അവന് ലഭിച്ചില്ല എന്ന് വരികയും അവന്റെ ജീവിതം സൂര്യനെ കാണാതെ ഗർഭം മനസ്സിൽ കുറ്റം പോലെ ശേഷിച്ചിരിക്കുന്നു എന്ന് ശലോമോൻ രേഖപ്പെടുത്തപ്പോൾ ഇന്ന് ഈ അഭ്യന്തരായിരിക്കുന്ന പിതാക്കന്മാരുടെയും അനുഗ്രഹീതമായ ഈ വൈദിക ഗണത്തിൻ്റെയും ബന്ധപ്പെട്ട സകലരുടെയും പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഈ സ്വർഗയാത്ര ആരംഭിക്കുമ്പോൾ എത്രമാത്രം അദ്ദേഹം നീതിയുടെ സൂര്യനായിരിക്കുന്ന കർത്താവിനെ കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വാത്സല്യ സഹോദരങ്ങളെ, സൂചിതങ്ങളായിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ വ്യഭിചാരിയെ കുറിച്ച്
നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ കരുതി പ്രസ്താവിക്കുവാനായിട്ടും അനുഗ്രഹീതനായ ഒരു പൊതുപ്രവർത്തകൻ നിർമ്മല മനസാക്ഷിയോടുകൂടി സർവശക്തനായ ജീവന്റെ ഉടയവനും നാഥനുമായിരിക്കുന്ന ദൈവത്തെ സ്നേഹിച്ച ഒരു കർത്താവിന്റെ പൈതൽ, കർത്താവിനെ അമ്മാപിതാവ് എന്ന് വിളിക്കുവാൻ തക്കവണ്ണം തന്നെ പരിചയപ്പെടുത്തിയ പരിശുദ്ധ സഭയെ അമ്മയായി കരുതി അതിനെ സംരക്ഷിച്ച സഭയുടെ അനുഗ്രഹീത പുത്രൻ. ഏതെല്ലാം തരത്തിലുള്ള വിശേഷണങ്ങൾ ഈ അനുഗ്രഹീത ജീവിതത്തിന് നൽകിയാലും അതൊട്ടും അധികമാവുകയില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരിയാണെങ്കിൽ കർത്താവിന്റെ സഭ കഷ്ടതകളെയും പ്രശ്നങ്ങളെയും നേരിട്ടപ്പോൾ ഈ പുണ്യവാനായിരിക്കുന്ന പിതാവ് തന്റെ ലൗകികമായിരിക്കുന്ന സമ്പാദ്യങ്ങളെ ഒന്നും തനിക്കായി കരുതാതെ ദൈവത്തിന്റെ പരിശുദ്ധ സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് സഭയാകുന്ന അമ്മയെ സംരക്ഷിക്കുവാൻ അദ്ദേഹം കൊടുത്ത നേതൃത്വം ഈ ഇടവകയ്ക്കോ ഈ ഭദ്രാസനത്തിനോ പരിശുദ്ധ സഭയ്ക്കോ ഈ ദേശത്തിനോ മറക്കാവുന്നതാണ്. ആ നിലയിൽ സർവശക്തനായ ദൈവത്തിന്റെ തിരുമുമ്പാകെയുള്ള തന്റെ ചുമതല അദ്ദേഹം പൂർണ്ണമായി നിറവേറ്റുകയായി. നീറുന്ന ഹൃദയവും ഈറനണിഞ്ഞ കണ്ണുകളുമായി തങ്ങളുടെ പിതാവിന്റെ മഞ്ചത്തിന്റെ അരികിൽ വാത്സല്യനിധികളായിരിക്കുന്ന മക്കൾ, അവരുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്ന് വേദനയോടുകൂടെ നിൽക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിന് അനുഗ്രഹിച്ച് ആശീർവദിച്ച് നൽകിയതായിരിക്കുന്ന കുടുംബബന്ധത്തിൽ ഈ പിതാവ് എത്രയോ പൂർണ്ണനായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ അറിയിച്ചുവല്ലോ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ പിതാവിനെ സന്ദർശിക്കുവാൻ തക്കവണ്ണം ബലഹീനായി ഞാൻ ചെന്നപ്പോൾ തികച്ചും ശാന്തനായി സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ വിളിക്ക് കാതോർത്ത് നിവർത്തിച്ച പ്രാർത്ഥനകളിൽ സശ്രദ്ധം പങ്കുകൊണ്ട് ഒരുങ്ങിയിരുന്ന ഒരു അനുഭവത്തെയാണ് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോഹന്നാനിൽ കൂടി പ്രസ്താവിച്ചത് വെളിപാട് പുസ്തകം 14:3 എഴുതുക, ഇനി മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അത് തീർച്ചയായും കർത്താവിൽ നിന്ന് പ്രാപിച്ചിരിക്കുകയാണ്. ആ സ്വർഗീയമായിരിക്കുന്ന ഭാഗ്യം അവകാശമാക്കുവാൻ ദൈവം അദ്ദേഹത്തെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. ഈ വേദനയുടെ ദുഃഖവും പേറിയ ശൂന്യത അനുഭവിക്കുന്ന വാത്സല്യനിധികളായിരിക്കുന്ന മക്കളുടെയും കുടുംബങ്ങളുടെയും മുമ്പിൽ ഒരിക്കൽ കൂടെ വലിയപ്പോഴും അനുശോചനം അറിയിക്കട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, ബലഹീനനായി നമ്മെ സംബന്ധിച്ചിടത്തോളം 2 വർഷവും 4 മാസവും അമേരിക്കൻ ഭദ്രാസനത്തിന്റെ ശുശ്രൂഷയിലായിരുന്നപ്പോൾ ഈ സ്നേഹനിധിയായിരിക്കുന്ന അനുഗ്രഹീതനായിരിക്കുന്ന ഈ പിതാവിന്റെ വാത്സല്യനിധികളായിരിക്കുന്ന മക്കൾ ദൈവം അവരെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് എപ്രകാരം സർവശക്തനായ ദൈവത്തെയും പരിശുദ്ധ സഭയെയും സ്നേഹിച്ച് സേവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുവാൻ കഴിയും. ഈ പിതാവിന്റെ കൊച്ചുമകനായ പ്രിയപ്പെട്ട ഡിജോ അച്ഛന് വൈദിക സ്ഥാനത്തേക്കുള്ള ആ ആരംഭം കുറിക്കുവാൻ, അദ്ദേഹത്തെ ഒരു യോഗ്യതയ്ക്കുള്ള ശുപാർശനായി വാഴിക്കുവാൻ സർവശക്തനായ ദൈവം അത് എന്നിൽ കൂടിയാണ് നിവർത്തിച്ചത്. അന്ന് അമേരിക്കൻ ഭദ്രാസന പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ ഭവനത്തിലെ വാത്സല്യനിധികളായിരിക്കുന്ന മക്കൾ സധൈര്യം മുന്നോട്ട് വന്ന് ഒരു പരിശുദ്ധ സഭയുടെ സംരക്ഷണത്തിന് വേണ്ടി അവർ നിലകൊണ്ടു.
ആ അഭിനിവേശം അവർക്കായി സംസിദ്ധമായത് ബാഹ്യമായിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള പ്രേരണ കൊണ്ടുമല്ല, പുതുതായി പിതാവിന്റെ മടിത്തട്ടിൽ നിന്നുള്ള അഭ്യസനം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇന്നും അമേരിക്കൻ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പിതാവിന്റെ മക്കളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ മാത്രമല്ല, മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വേറെ സമർപ്പിച്ച് കർത്താവിന്റെ പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. പ്രിയപ്പെട്ട അനിയൻ ചായൻ, പ്രിയപ്പെട്ട റോയ്മന്ന തുടങ്ങി ബന്ധപ്പെട്ട സകലരെയും നന്ദിയോടുകൂടി ഓർക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ഒരു സന്ദർശനത്തിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ഇത്രമാത്രം സ്വന്തമെന്ന് കരുതി എന്നെ സ്നേഹിച്ച് കരുതുന്ന ഭവനങ്ങൾ വളരെ വിരളമായി ദർശിക്കുവാൻ കഴിയുകയുള്ളൂ. അത്രമാത്രം ഒരു ആത്മബന്ധം ഈ കുടുംബവുമായി സ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം അടിസ്ഥാനം ഈ അനുഗ്രഹീതനായിരിക്കുന്ന പിതാവ് അവർക്കായി കാട്ടിക്കൊടുത്ത മാർഗദർശനമാണ്. ദൈവത്തിന്റെ സഭയെയും അതിന്റെ ശുശ്രൂഷകന്മാരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം, അവരെ സ്വന്തത്തെക്കാൾ ഉപരി കരുതുവാൻ തക്കവണ്ണമുള്ള അഭിനിവേശമെല്ലാം അദ്ദേഹത്തിന്റെ മടിത്തട്ടിൽ നിന്ന് തന്നെ അവർ സമ്പാദിച്ചതാണ്. കർത്താവിന്റെ പരിശുദ്ധ സഭയാൽ ക്രമപ്പെടുത്തിയിരിക്കുന്ന ഉദാശകൾ സുബോധത്തോടുകൂടി ഏറ്റുവാങ്ങി ജീവന്റെ ഉടവുകൊണ്ട് നാട്ടിലുമായിരിക്കുന്ന ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് ഈ സ്നേഹനിധിയായിരിക്കുന്ന പിതാവ് കടന്നു പോകുമ്പോൾ നമുക്ക് പ്രകാരം ചൊല്ലി അദ്ദേഹത്തിന്റെ യാത്രാമണി നേരം ഭാഗ്യത്തിൻ മണിയറയൂ സംരക്ഷകനെ ഈ ദാസനെ ഏറ്റണമേ ധാർമ്മികരും നിർമ്മലമാനസരും ചേർന്നിവന മോദിപ്രാണനാഥ നിൻ ശ്രീമ ആദരവ് ഫലനദായി തീരണമേ. വാത്സല്യത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അപ്പത്തെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് വരുന്നതായ ആ കാഴ്ച എന്നെ ഏറെ സ്പർശിച്ചതായ ഒരു വസ്തുതയാണ്. പ്രിയപ്പെട്ട അമ്മച്ചി തന്റെ ബലഹീനാവസ്ഥയിലും എല്ലാ കുറവുകളും നികത്തുവാൻ തക്കവണ്ണം ദൈവം ശക്തി കൊടുത്ത് ഇതായ സ്ഥാനത്ത് ആയിരിക്കുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായിരിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം അവൻ വിച്ഛേദിക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദിയിൽ ദൈവം മനുഷ്യന്റെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ആദ്യ കുടുംബത്തിന് അടിസ്ഥാനമിട്ടു. അവന് കൽപ്പനകൾ നൽകി. അവനോട് പറഞ്ഞ്, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതാ ആദാം ഫലം ഭക്ഷിച്ചു. എന്നാൽ ദൈവത്തിന്റെ വചനം അസത്യമാകുകയില്ലല്ലോ. പിന്നെയും 930 വർഷം ആദാം ജീവിച്ചിരുന്നു എന്ന് വരികിലും ആ ജീവിതത്തെ സംബന്ധിച്ച് വിശുദ്ധ വേദം സാക്ഷിക്കുന്നത് മരണം അനുഭവിച്ച ഒരു ജീവിതമാണ്. വിശുദ്ധ വേദപുസ്തകം മരണം എന്ന അവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു വ്യക്തിക്ക് വേർപെടുമ്പോഴുണ്ടാകുന്ന, നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ അവസ്ഥയ്ക്ക് കർത്താവിൽ നിദ്ര പ്രാപിക്കുക എന്ന സംജ്ഞമുള്ള പിതാക്കന്മാരെ മനസ്സിലാക്കുന്നത്. അതെ, പ്രിയപ്പെട്ട വേവിച്ചായൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചിരിക്കുകയാണ്. വാത്സല്യ മകനെ, ഞങ്ങളുടെ സ്നേഹനിധിയായ പിതാവെ, കർത്താവിന്റെ ഓമനപുത്ര തന്റെ സ്നേഹിതനായ ലാസറിന്റെ കല്ലറയിലേക്ക് എഴുന്നള്ളിച്ചെന്ന്, ലാസറെ നീ പുറത്തു വരിക എന്ന് കൽപ്പിച്ചരളി ചെയ്തുകൊണ്ട് അവനെ പുറത്തു വരുത്തിയ പുനരുത്ഥാനത്തിന്റെ ശബ്ദം വിധവയുടെ മരിച്ച കുഞ്ഞിന്റെ അടുക്കിലേക്ക് എഴുന്നള്ളിച്ചെന്ന്
ബാലെ എഴുന്നേൽക്കുക എന്ന് കൽപ്പിച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച പുനരുത്ഥാനത്തിന്റെ ശബ്ദം അങ്ങയുടെയും ഭരണപടങ്ങൾ കൊണ്ട് കേൾക്കുവാൻ ദൈവം അങ്ങേക്ക് ഞങ്ങൾക്ക് സമ്മതിയാക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിച്ചു. വിനയപൂർവ്വം നമ്മുടെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. ദൈവം ദേവാലയം പണിയുവാൻ സ്ഥലവും എല്ലാ സൗകര്യവും ചെയ്യുമെന്ന് ദേവന്റെ അകാല നിര്യാണത്തിന് ഇടവജനത്തിനുള്ള എല്ലാവരുടെയും അനുശോചനം ആശ്വാസവും ആനന്ദവും സന്തോഷവും നിറഞ്ഞതായ സ്ഥലങ്ങളിലേക്ക് അങ്ങയുടെ പരിശുദ്ധമായ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് നമുക്ക് പ്രസന്നതയോടുകൂടി അങ്ങേ എതിർക്കുവാനും സംഗതിയാക്കണം. ഈശോ നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടിയുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചുപോയവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ ധൈര്യവുമാകുന്ന കർത്താവിന്റെ സ്തുതിയും തന്റെ ദാസന്റെ നിർവഹിക്കുന്നതായി സ്മേഹം സകലപെരുന്നാളുകളുടെ നേരങ്ങളിലും കാലങ്ങളിലും ഉടയവരെ നീങ്ങൾക്കായി സുതൃ നാടുകളിലൊക്കെയും സ്തുതിമാരാധനയും യോഗ്യമാകുന്നു. ജീവനമുറമേ സൃഷ്ടാവ് ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെ ക്രമീകരിക്കുന്നതിനുമായ കർത്താവേ, നീ ഭയപ്പെടുന്നതിന്റെ കൽപ്പനയിൽ മകനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് ഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും നിരസനതയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങളുടെ പരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഘടങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായെന്ന വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള ചില ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മ അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായി ലോകത്തെന്ന ശ്രേഷ്ഠോനശ്വരമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയങ്ങൾ വസിക്കുന്നവരായ സമാധാനമാലകന്മാർ പോലെ ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിരുന്നവന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ഈ എതിരാളിയുടെ ബന്ധനത്തിനെ വിളർത്തണമേ. തിരുനാൾ
ഭക്തരും തിരുഷ്ടമാചരിക്കുന്നവരുമായവരെ ചുറ്റു നിൽക്കുന്നത് പോലുള്ള സേനകൾ ഈ ദാസൻ ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാലും എന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി ചുടുക്കണമേ. കൃപാപൂർണമായ വലങ്ക് ഇവനെ നീട്ടിക്കൊടുത്ത രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവനെ ഉദ്ധരിച്ചുകൊള്ളണമേ. ദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഉള്ളടങ്ങളിൽ ഇവനെ രക്ഷിച്ചുകൊള്ളണമേ. ഇവരുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്ക പോലെ ഇവനെ നിവേദിക്കരുത്. തിരുസന്നിധിയിൽ സർവ്വരും കുറ്റക്കാർ തന്നെയാണല്ലോ കർത്താവേ. ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കഴിവ് തോന്നണമേ. ഞങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളുടെ ദാസിൽ ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും നിദാസനമേ വധിക്കണമേ. ഇവൻ വിശ്വസിച്ചതായ ജയമുള്ള ശ്രീവായുവിന് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിക്കുന്ന പ്രകാശമായി വഹിക്കണമേ. ഞങ്ങളെ വംശത്രുവായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്കോടെ കരുണയിൽ ഉണ്ടാകുമാറാണമേ. കർത്താവേ, തിരുനാഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനത്തിലെത്തുന്നവരെ ഈ നിന്റെ ദാസന കോട്ടയും അനുയായും കാവൽക്കാരന് സഹായമായിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്ത നിന്റെ മഹിമയിൽ ആനന്ദിക്കുമാറാക്കണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ പുനഃസംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധന ഞങ്ങൾ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളത് അന്ധകരമായ പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയിൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലവച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും ആനന്ദരായിരിക്കുന്നവർക്ക് മുഖപ്രസവം നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്നവർക്കും ഏത് സ്ഥാനത്തോടെ ആവശ്യാനുസരണ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്തുനിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവമേ, നിന്റെ മെസ്സിഹായുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കളയൊക്കെ യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠമായ അവിടുത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്ക് ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്നതിന്റെ കൃപയാൽ ഭാഗ്യകരമായ വിശുദ്ധന്മാരോടുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷത്തെ ലജ്ജാജനകമായ പ്രശ്നങ്ങളോടുകൂടി എതിരേൽക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ ശേഷിക്കുന്നവരുമായ രക്ഷകരും അവിടുത്തെ കർത്തന്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആനന്ദമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്യഗ്രഹണാതീതമായ നിന്റെ നാമത്തെ നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധമായി സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തരണമേ. അവിടുത്തെ മകന്റെ ആത്മാവിന് വേണ്ടി മുമ്പാകെ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ശാന്തകളുടെ കഠിനമായ ബന്ധനങ്ങളിൽ നിന്നുള്ള അന്തരീക്ഷവാസികളും അദൃശ്യമായിരിക്കുന്ന ശത്രുക്കളുടെ വാചകങ്ങളിൽ അവിടുത്തെ സംരക്ഷിക്കപ്പെടുമാറാകുന്നത് അവിടുത്തെ മകന്റെ ആത്മാവായ യാത്ര ചെയ്ത വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിലും ക്ഷമിച്ച വരുവാൻ ഞങ്ങളിലുള്ള അവയുടെ കരുണയാൽ സംഗതിയാക്കുന്നത്
And
സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നവയല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെ മോനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുമാർ അവയിലുപരിയായിട്ടുള്ള പ്രവൃത്തികളെയും അവന് കാണിച്ചു കൊടുക്കും. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവരും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ പരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചുപോയവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, അതിപ്പോൾ തന്നെയുമാകുന്നു. എന്നാൽ പിതാവിന്